നമ്മൾ ഏകാദശ സ്കന്ധം നാരദ വസുദേവ സംവാദമാണ് വായിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞ് അവസാനം നമ്മൾ വായിച്ചു നിർത്തിയത് ഭഗവാന്റെ അവതാരത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ആ അവതാരത്തെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒടുക്കം നരനാരായണന്മാരുടെ അവതാരത്തെപ്പറ്റിയാണ്. അവരുടെ തപോബലത്തെ മുടക്കാൻ ദേവേന്ദ്രൻ അപ്സരസിനെയൊക്കെ അയച്ചതും നാരായണ ബലം അയാൾ മനസ്സിലാക്കി. ദേവേന്ദ്രൻ അവർക്ക് അയച്ചിട്ട് ലജ്ജ പൂണ്ട്. കാരണം ഭഗവാൻ എന്ത് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു, നിഷ്കാമ കർമ്മ തപോബലത്തെ നശിപ്പിക്കാൻ ഉൾക്കാമ്പൽ നിരൂപിച്ചാൽ ആർക്കും സാധ്യമല്ല. അപ്പോൾ കാമികളായുള്ളവർക്ക് വേണമെങ്കിൽ പോക്കാം. ആഗ്രഹത്തിന് വേണ്ടി പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി തപസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ തപസ്സിനെ നമുക്ക് മുടക്കാൻ പറ്റും. പക്ഷേ ഒരാഗ്രഹങ്ങൾക്കും വേണ്ടി അല്ലാതെ ഈശ്വരനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഒരു ഫലത്തിനുമല്ല. അത് നിഷ്കാമ കർമ്മം, ഒരാഗ്രഹങ്ങൾക്കും വേണ്ടിയുള്ള കർമ്മമല്ല തപസ്. അങ്ങനെ ചെയ്യുന്നവരുടെ തപസ്സിനെ ഇളക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഈ ചിത്തത്തിൽ ലജ്ജ പൂണ്ട് കാമദേവാദികൾക്ക് നാണക്കേടായി ഇങ്ങനെ അപ്സരസിനെയൊക്കെ നരനാരായണന്മാരുടെ അടുക്കലേക്ക് വിട്ടപ്പോൾ, അപ്പോൾ നിന്തിരുവടിയുടെ പാദത്തെ ലംഘിപ്പതാർ സന്തതം തൊൽപാദത്തെ ഞങ്ങൾ സേവിക്ക മൂലം സ്വർഗത്തിൽ വാണു തങ്ങൾ തൻ ഫലഭോഗമൊക്കെ അനുഭവിച്ചിരിപ്പു തൊൽ കൃപയാ. നമുക്ക് ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ യാതൊരു ആഗ്രഹങ്ങൾക്കും കൂടാതെ ഈശ്വരനെ തപസ് ചെയ്താൽ ഭഗവാന്റെ കൃപയോടുകൂടി നല്ല ഫലഭോഗമൊക്കെ നമുക്കും സ്വർഗീയമായ അനുഭവങ്ങൾ നമുക്കും കിട്ടും. ശുതൃഷ്ണ വായുലിംഗാദി ഇന്ദ്രിയങ്ങളായുള്ള ഒരു അബ്ധിയെ കടന്നിട്ട് ക്രോധികളായ ചിലരെന്ത് ചെയ്യുന്നു? വിഫലമായ കാമകോപ ഗോഷ്പ ജലേ സഫലമെന്നി മുങ്ങി തപസ് നശിക്കുന്നു ദുച്ഛരം ഭഗവാനി. കാരണം ചിലർ തപസ്സിന് വേണ്ടി ഒരുങ്ങും. ഇവിടുന്ന് ഈ ലോകജീവിതമൊക്കെ വിടുതൽ പ്രാപിച്ച് കുറച്ച് നാളൊക്കെ തപസ് ചെയ്യും. പക്ഷേ അതിൽ നിന്നെല്ലാം മാറിപ്പോകും. എന്താ കാരണം? ഇന്ദ്രിയങ്ങളൊന്നും അടങ്ങത്തില്ല. എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്നെല്ലാം വിടുതൽ മാറി അടക്കിയൊക്കെ ചെയ്ത് ഇരിക്കും. നടക്കാത്തവരെ ഒരുപാടുണ്ട്. അവർ തിരിച്ച് വീണ്ടും ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം ഈശ്വരനെ അറിയേണ്ട വിധത്തിൽ ഇരിക്കാതെ ഇതിൽ നിന്ന് അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ ലോക ജീവിതമാണ് വേണ്ടതെന്ന് ക്രോധിച്ച് ഈ തപസ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യും? ക്രോധികളായി ചിലർ വിഫലമായ യാതൊരു ഫലവും കിട്ടാത്ത കോപകോഷ്പത ജലേ സഫലമെന്നി മുങ്ങി തപസ്സൊക്കെ നശിക്കുന്നു. പലരും അങ്ങനെയാണ് നടന്ന് തീർത്ത് യഥാർത്ഥ ജ്ഞാനിയാവാൻ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പലരും മുടക്കി കളയുന്നു. അത് അവരുടെ കാമം കൊണ്ടാണ്, ആഗ്രഹങ്ങൾ കൊണ്ടാണ്. ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു പോകും. അതേസമയം ഈ ലോക ജീവിതത്തിൽ കൂടി നമ്മൾ ഗൃഹസ്ഥാശ്രമങ്ങളിൽ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഒക്കുന്നത്തോളം ഇരുന്ന് ഒരിക്കലും നമ്മൾ ഒക്കുന്നത് പോലെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നാൽ തപസ്സും ചെയ്തിരുന്നിട്ട് ഈ ക്രോധമൊന്നും ഇല്ലാതെ ഭഗവാനിൽ അടുക്കണമുള്ള ചിന്തയോടുകൂടി ഇരുന്ന് ദേഹം വെടിഞ്ഞാൽ എന്ത് വരും? അതിനെ ബാക്കി നമുക്ക് അടുത്ത ജന്മം അതിഭയങ്കരമായ ശക്തിയോടുകൂടി തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോடு തന്നെ നമുക്ക് സാക്ഷ്യം അത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഇതുപോലെ ദേഷിച്ച് എടുത്ത് കളഞ്ഞ് തപസ് മുടക്കുന്നവർക്കത് പറ്റത്തില്ല. അവരെങ്ങനെ വരും? അവർ കാമകോപ ഗോഷ്പത ജലേ, അതായത് കോപങ്ങളാകുന്ന കുളമ്പ് ചാലിലെ വെള്ളത്തിൽ അത്രമാത്രം വൃത്തിയില്ലാത്ത രീതിയിലുള്ള ജീവിതത്തിൽ നയിച്ച് വെറും ദുരിതാബ്ധിയിൽ കടന്നു വേറെ അഴുക്ക് ചാല് ഒരിക്കലും കരകയറാൻ പറ്റും. അങ്ങനത്തെ വൃത്തികെട്ട ജീവിതത്തിലേക്ക് വരും. അതാണ് ദുച്ഛരം ഭഗവാനി. അത്രമാത്രം കഷ്ടമായി പോകും. ഇങ്ങനെ വിബുധന്മാർ വാഴ്ത്തി നിൽക്കുന്ന നേരം മംഗലരൂപകളാം ദേവസ്ത്രീ ജനങ്ങളെ ദേവകൾ കണ്ടു. രൂപലാവണ്യമാല്യ ഗന്ധലേപനാദികൾ കൊണ്ടു മോഹിച്ചതതു നേരം അവരോടൊരുത്തിയെ വരിപ്പിനെന്ന് പറഞ്ഞവർക്ക് സ്വർണഭൂഷണം നൽകി അയച്ചതതു നേരം അവരും ഭഗവാനീ നയത്താൽ വീണു കുമ്പിട്ട് ഉർവശിയോടുകൂടി സ്വർഗത്തെ പ്രവേശിച്ചു ശ്രീനാരായണ ബലം ശക്രനോടറിയിച്ചു. ഇങ്ങനെ നരനാരായണന്മാരുടെ തപസ്സിൻ്റെ കാഠിന്യങ്ങളും ഗുണഗണങ്ങളും എല്ലാം ഈ വിവരം തപസ് മുടങ്ങിയോ ശക്രനോട്, അതായത് ഇന്ദ്രനോട് ഇതൊക്കെ വിവരം അറിയിച്ചപ്പോൾ ശക്രനും വിസ്മയിച്ചു. അയാൾ അന്തം വിട്ടുപോയി. ഇത്രയും നരനാരായണന്മാർക്ക് ഇത്ര ശക്തിയോ? തപസ് മുടക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കണം.
നമുക്ക് ഭഗവാനോട് ഭക്തിയിൽ കൂടി ധ്യാനിച്ചിരുന്ന നമുക്ക് വേണമെന്ന് പറഞ്ഞ് ചെയ്യണം, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. കാമം വേണ്ട, അത് നിഷ്കാമ കർമ്മ തപോബലം വേണം. ഒരു കാര്യത്തിനും വേണ്ടി എനിക്ക് ഓരോന്ന് നേടാൻ വേണ്ടി എടുക്കരുത്. അത് ഈശ്വരനും നമ്മളോട് അത് ഈശ്വരനിലേക്ക് ലയിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആ പരമാത്മാവായി ലയം പ്രാപിച്ച് ശക്തി നരനാരായണന്മാരെങ്ങനെ ശക്തി പ്രാപിച്ചു, അവരെന്നിട്ട് എന്ത് ചെയ്യും? ധന്യനാം നാരായണൻ ഈ വണ്ണം ജയിച്ചിട്ട്. അപ്പം ഇത് പരമാത്മാവിൻ്റെ ഈശ്വരൻ്റെ നാരായണൻ്റെ അവതാരമാണ് നരനാരായണന്മാർ. അപ്പോൾ അവർ തപസ്സിൻ്റെ ബലം കൊണ്ട് ഭഗവാനെ പോലെ ഈശ്വരനെ പോലെ ആയി. നരനാരായണൻ എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭഗവാൻ നാരായണൻ്റെ അവതാരങ്ങളാണ്. എല്ലാ അവതാരത്തെ പറ്റി പറഞ്ഞത് കുറച്ച് ഞാൻ പറയാം. എല്ലാം ലോകത്തുള്ള സർവ്വതും ഈശ്വരൻ്റെ അവതാരങ്ങളായതുകൊണ്ട് ഒരിക്കലും നമുക്ക് അന്തമില്ലാതെ ഒരിക്കലും പറഞ്ഞറിയാം. ഈ ലോകത്തുള്ള സർവ്വതും കൃമി തൊട്ട് എന്തെല്ലാം ബ്രഹ്മ വരെ എന്തെല്ലാം ഈ ലോകത്തുണ്ട്, ഇതെല്ലാം അവതാരങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഇവിടെ നരനാരായണന്മാരുടെ അവതാരത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്നിട്ട്? ധന്യനാം നാരായണൻ ഈ വണ്ണം ജയിച്ചിട്ട് സന്യാസം ചെയ്ത് ലോകേ സഞ്ചാരം ചെയ്തു. പിന്നെ ധന്യനാം ജഗൽപതിയ ഭഗവാൻ നാരായണൻ്റെ അവതാരമായ നരനാരായണന്മാർ സന്തോഷമായിട്ട് അവർ സഞ്ചരിക്കുന്നു. ഭഗവാന്റെ കഥയൊക്കെ പറഞ്ഞ് സന്യാസം ചെയ്ത് ലോകം മൊത്തവും സഞ്ചരിക്കുക. നമുക്കിനി കണ്ടു വായിക്കാം. ധന്യനാം നാരായണൻ ഈ വണ്ണം ജയിച്ചിട്ടു സന്യാസം ചെയ്തു ലോകേ സഞ്ചാരം ചെയ്തു. പിന്നെ ധന്യനാം ജഗൽപതി വൃത്രനെ കൊന്നിടുവാൻ ഇന്ദ്രബന്ധുവായതും ഗരുഡൻ ദേവേന്ദ്രനോട് ഉന്നത യുദ്ധം ചെയ്തു ജയിച്ചു പോരുന്നേരം മാർഗത്തിൽ പ്രത്യക്ഷനായ ഗരുഡൻ വരിച്ചതും ഗരുഡനായിട്ട് പിന്നെ അവതരിച്ചു. സൽഗുണകപിലനാകുന്നതും വിഷ്ണു അംശമാം വിഷ്ണുവിൻ്റെ അംശമാണ് കപിലാചാര്യൻ. ശ്രീമാനാം സനൽകുമാരൻ മുനി ചോദ്യത്തിനാൽ കോമള ഹംസമായാൻ ബ്രഹ്മന് സഹായമായി. അപ്പം സനൽകുമാരന്മാർ പിന്നെ മുനിമാരാണ്. അവർ ബ്രഹ്മാവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ ബ്രഹ്മാവിന് പറ്റാഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാൻ നാരായണനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ എന്തായി വന്നു? കോമള ഹംസമായി വന്നു. അപ്പോൾ ഹംസാവതാരവും ഭഗവാന്റെയാണ്. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട അവതാരത്തെ പറ്റിയാണ് പറയുന്നത്. കോമള ഹംസം ആയാൻ ബ്രഹ്മന് സഹായമായി. അപ്പം ഈ ഹംസമായിട്ട് അവതരിച്ചുകൊണ്ടാണ് ബ്രഹ്മാവിന് സഹായമായി നിന്നത്. സനൽകുമാരന്മാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ മനസ്സിൽ അറിയാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഋഷഭ നൃപൻ ദത്താത്രേയനും സ്വയംഭുവൻ ഋഷിയാം നാരദനും വാമനൻ പ്രഹ്ലാദനും ശേഷനും. ശേഷൻ ആരാന്നറിയാലോ? ബലരാമൻ. അത് അനന്തനായിട്ട് ഭഗവാൻ നാരായണൻ്റെ മെത്തയായി കിടക്കുന്ന അനന്തൻ പാമ്പ്, അതാണ് ശേഷൻ. ബാക്കിയൊക്കെ നമുക്ക് ഋഷിയാം നാരദൻ മഹാമുനി ഋഷിയാണല്ലോ. വാമനാവതാരം പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മകൻ ശേഷൻ. ഗരുഡനും ഇന്ദ്രനും സൂര്യൻ താനും തോഷമാനസമുഖി ശചിയും ഉർവശി നമുക്ക് കേട്ടിട്ടുണ്ട്. ശചി ഇന്ദ്രൻ്റെ ഭാര്യ. മറ്റുള്ള അപ്സര സ്ത്രീവർഗവും കൽപ്പകവും. അപ്പോൾ സ്വർഗത്തുള്ള അപ്സരസമുള്ള എല്ലാ സ്ത്രീവർഗവും കൽപ്പകവൃക്ഷവും ഉത്തമ ധന്വന്തരിയായതും വിഷ്ണു അംശം കേൾ. ധന്വന്തരിയായി വന്നതും എല്ലാം ഭഗവാന്റെ അംശമാണ്. പിന്നെയോ മത്സ്യമായി കമഠമായി സൂകരമൂർത്തിയായി. മത്സ്യാവതാരം. കമഠം എന്തോ? ആമ. അതിനെ പാലാഴി കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ ആമയായിട്ട് ഭഗവാൻ നാരായണൻ ഈ മന്ദരപർവ്വതത്തെ ഉയർത്താൻ ആമയായി അടിക്ക് കടന്ന് മന്ദരപർവ്വതം താഴേക്ക് പോകാതിരിക്കാൻ. അതുകൊണ്ട് മത്സ്യമായും കമഠം വെച്ചാൽ ആമയാണ്. കൂർമാവതാരം നമ്മൾ പറയാത്. സൂകരമൂർത്തിയായി. സൂകരം പന്നി. ചിത്സ്വരൂപകൻ നരസിംഹമായി ജനിച്ചതും പ്രഹ്ലാദൻ്റെ പിതാവിനെ വധിക്കാൻ വേണ്ടിയാണല്ലോ തൂണ് വിടർന്ന് വന്നത് നരസിംഹമൂർത്തി. മോഹിനി രൂപമായി. മോഹിനി അമൃത് അസുരന്മാരെ കൊണ്ടുപോയപ്പോൾ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു. പക്ഷിരൂപവുമായി. മോഹനരൂപന്മാരാം കൃഷ്ണരാമന്മാരുമായി. മോഹനരൂപ സുന്ദരന്മാരായ
കൃഷ്ണനും രാമനായി കാർത്തവീര്യ അർജുനനെ വധിച്ചതും. രാമനായി വന്ന് കാർത്തവീര്യാർജുനെ വധിച്ചപ്പോൾ പിന്നെ അടുത്ത രാമനാരാ? ദശരഥൻ്റെ പുത്രനായ ശ്രീരാമൻ. രാമനായി ദശരഥപുത്രനായി ജനിച്ചതും കേവലം ബുദ്ധൻ കൽക്കിയായി ജനിപ്പതും, ഇനി ജനിക്കാൻ പോകുന്നത്, ഇനി കൽക്കിയായി വരാൻ പോകുന്നതും. ഏവം വിഷ്ണു തൻ അംശോത്ഭവന്മാരറിഞ്ഞാലും ലോകേഷു വിഷ്ണു വംശോത്ഭവന്മാരായുള്ളവരേ, ഈ ലോകത്തിലെല്ലാം വിഷ്ണു വംശ ഉത്ഭവന്മാരായുള്ളവരെ ഏകദേശമായി ഒട്ടൊട്ടിങ്ങനെ പറഞ്ഞിതു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട അംശമായി വന്നവർ ഏകദേശം ഇതൊക്കെയാണ്. ബ്രഹ്മാവാദികൾ ദേവ മാനുഷ രാക്ഷസരും ഈ മഹീവാസ സർവജന്തുവർഗവും. പിന്നെ അപ്പം ഈ ബ്രഹ്മാവാദികൾ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് തൊട്ട് ദേവര്, മനുഷ്യര്, രാക്ഷസര്, ഈ മഹീവാസ സർവജന്തുവർഗവും. ഇവിടെ എന്തെല്ലാം നദിയിലും സമുദ്രത്തിലും കിടക്കുന്ന മത്സ്യങ്ങൾ പോലെ എന്തെല്ലാം ജീവജാലങ്ങളാണ് നമ്മുടെ സമുദ്രത്തിലുള്ളത്. ആ സമുദ്രവും നദിയും അതിലുള്ള ജീവജാലങ്ങളും ഈ ഭൂമിയും ഭൂമിയുടെ അകത്തുള്ള എല്ലാ കീടം തൊട്ട് ബ്രഹ്മാവ് വരെ ഉള്ളതും. പിന്നെ ലോകങ്ങൾ അലോകങ്ങൾ സർവവും നാരായണൻ ആകുന്നതെന്നും അറിഞ്ഞിടുക വഴി പോലെ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നിസാരമായ ഒരു എറുമ്പിനെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്കും ഇവിടെ അവകാശമുണ്ട്. നമ്മൾ ധരിക്കും മനുഷ്യർക്ക് മാത്രമേ ഇവിടെ അവകാശമുള്ളെന്ന്. അവർക്ക് നാക്കൃക പ്രാണി ആക്കിയിട്ടതാണ് കഷ്ടം. കാരണം അവർക്ക് പറയാനോ എടുക്കാനോ നാക്ക് ഇല്ലല്ലോ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇവിടെ ഭഗവാൻ, ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് വായിച്ച് പഠിച്ചെങ്കിലല്ലേ നമുക്കും അറിയാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് അടിച്ചു കൊല്ലുന്നത് ദിവസേനെ. അങ്ങോട്ട് മാറിയില്ല ഇങ്ങോട്ട് മാറില്ല നമ്മൾ ആരെയൊക്കെ പറയാം. നമ്മൾക്ക് നമ്മൾ വെച്ചിട്ട പെരയ്ക്കകത്ത് ഇന്നാരെ കയറി ഒരു ശത്രുക്കളായിട്ട് വരുന്നവരെ നമുക്ക് അത് ഭഗവാൻ കൃഷ്ണൻ അതിനാണ് നമുക്കൊരു പാഠം തന്നേക്കുന്നത്. അതുകൊണ്ട് ഭയക്കാതെ തന്നെ ഈശ്വരനോട് ഈശ്വര കൃപ എങ്ങനെ ഈശ്വരൻ ചെയ്യുന്നു, നാം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മനോഭാവത്തിൽ മനസ്സ് ഭഗവാങ്കൽ ഇരുന്നും കൊണ്ട് നമുക്ക് ഒക്കാത്ത ചില ശത്രുക്കളൊക്കെ, എന്തെങ്കിലും ഉപദ്രവകാരികളായ ശത്രുക്കൾ നിവർത്തിയില്ലെന്ന് കണ്ടാൽ നമുക്ക് നമ്മളെ ശത്രുക്കൾ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ, പണ്ടൊക്കെ ചെറിയ ജന്തുക്കളൊക്കെ എന്താ പറയുക, എലി, പാറ്റ, പിന്നെ കൊച്ചു ഇഴജന്തുക്കൾ, ഇതൊക്കെ വരുമ്പം അന്നൊക്കെ അറിവില്ല, അന്ന് ഭാഗത്ത് നമ്മൾ വായിച്ച് പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്ക് ഈശ്വരനെ അർപ്പിച്ച് ചെയ്യണമെന്ന് അറിഞ്ഞും കൂടാ. അതാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരിയേ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ആരാധനയിൽ കൂടി, പ്രാർത്ഥനയിൽ കൂടി, തപസ്സിൽ കൂടി വരുമ്പോൾ ഏത് പാപവും ഒഴുകിപ്പോകും. ഒരുപാട് ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പാപങ്ങൾ മൊത്തവും ഒഴുകിപ്പോകും. സൽക്കർമ്മങ്ങൾ കൊണ്ടും ഭഗവാനെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടെല്ലാം കഴുകിപ്പോകും. പിന്നെ എന്ത് വേണം? എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം. നമുക്ക് നിവൃത്തിയില്ലാതെ വന്ന് ഒരു ശത്രു വന്നാൽ അത് ഭഗവാൻ തന്നെ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ വന്നെന്തിനാ? ശത്രുക്കളെ നിഗ്രഹിച്ചല്ലോ, അങ്ങനെ കാണിച്ചല്ലോ. പക്ഷേ നമ്മൾ എല്ലാം ഒരു കർമ്മവും നമ്മളായിട്ട് ചെയ്യണ്ട. എല്ലാ കർമ്മങ്ങളും പാപമോ പുണ്യമോ എന്തോ ആയാലും ഈശ്വരാർപ്പണമായി ചെയ്യും. നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഒരു ഇഴജന്തുക്കളങ്ങനെ വന്നാൽ കൊന്നുപോയാൽ നമ്മൾ ചെയ്യാതെ എല്ലാം ഈശ്വരനായിട്ട് ചെയ്യുന്നുള്ള സങ്കല്പം കൊടുത്തിട്ട് നമുക്ക് അതിനെ വേദനിക്കും. അതെല്ലാം ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ലാതെ നമ്മൾ എത്രയോ പേര് കൊന്നു കളയുന്നു. അത് ശത്രുവായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ അടുത്ത് കടിക്കാനായിട്ട് വന്നു, ഒരു പേപ്പട്ടി കടിക്കാനായിട്ട്, അപ്പം പട്ടി ജീവനുള്ളതാ, അത് ഇവിടെ അവകാശമുണ്ട്, നമ്മൾ നിൽക്കുമോ? നോക്കി നിൽക്കാൻ പറ്റുമോ? അതിന് കടി കൊള്ളാൻ പറ്റുമോ? അപ്പോൾ ആ പേപ്പട്ടിയെ നമുക്ക് പറ്റില്ല, ആരെങ്കിലും അടിച്ചു കൊല്ലുന്നില്ലേ? അപ്പോൾ അത് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു വേണം അവസാനം വരെ പോകാൻ. അപ്പോൾ ഇപ്പം നമുക്കതിന് ശേഷിയില്ലെങ്കിൽ അതിന് തക്കതായ ആരെങ്കിലും അത് നിവർത്തിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. നമുക്കവിടെ മനസ്സ് പോകാതെ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ ഭഗവാനിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ആദ്യമേ തന്നെ എല്ലാ കർമ്മങ്ങളും, നല്ല സൽക്കർമ്മങ്ങളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ഏത് കർമ്മവും അതിനകത്ത് അടങ്ങും. അവിടെ പിന്നെ പാപമൊന്നും പുണ്യമൊന്നുമില്ല. ചെയ്യുന്നതെല്ലാം നന്മ തന്നെയാണ്, സൽക്കർമ്മമാണെന്ന് നമ്മുടെ ഉള്ളം അങ്ങനെ ചിന്തിക്കുന്ന മനസ്സ് അങ്ങനെയാണ്.
നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് കിടക്കുന്ന ഒരു പാർവാല ഇഴഞ്ഞു കയറി വരുന്ന അതിനെ എടുത്തുകൊണ്ട് കളയാൻ നമ്മളെ കൈ കടിക്കും, എടുത്തു കളയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് വെപ്രാളം കൊണ്ട് ചിലപ്പോൾ അതിനെ തൂത്ത് കൊന്നിരിക്കും. അപ്പോൾ അതിന് ജീവനുണ്ട്. അതും ഭൂമിയിൽ പിന്നെ ഈശ്വരൻ്റെ. എൻ്റെ അച്ഛൻ സമ്മതിക്കുകയില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ സരസ്വതിയുടെ വാഹനം ഒന്നിനെയും തൊടാ, എലിയായാലും എന്തുമായാലും അച്ഛൻ അങ്ങനെ അത് അച്ഛൻ്റെ മുമ്പിൽ ഒന്നും അങ്ങനെയാ സ്നേഹത്തോടെ നിൽക്കത്തുള്ളൂ. ഒന്നും അങ്ങനെ പാമ്പിൻ്റെ പോലും അടുത്തൂടെ പോകാം, അതങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ നിരപരാധിയായ ഒന്നും അറിവില്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൊടി കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് കിടക്കടുത്ത് ഒരു ചേര മറികടന്ന് അപ്പുറം പോയിരുന്നത് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയാമോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അത് പുരുഷന്മാരല്ല, സ്ത്രീകൾക്ക് ഭയങ്കര ഭയപ്പാടാണ്, അതും ചെറുപ്പകാലത്ത്. അപ്പം നമ്മളെ കൊണ്ട് അടിച്ചു കൊല്ലാനൊന്നും പറ്റത്തില്ല. അത് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചെങ്കിലും കുഞ്ഞിനെ എടുത്ത് മാറ്റണ്ടേ. ഇങ്ങനെയൊക്കെ പലതും വരും. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാം ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക, എന്തായാലും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പറയുമല്ലോ, ഈ ഭാഗവത പാരായണം ഞാൻ ചെയ്യുന്നു, അതും ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അവിടെ ഇന്നതെന്നുള്ള വ്യത്യാസമല്ല. എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നില്ലാത്തൊരവസ്ഥയായി വരും പോകെ. ആദ്യം പതുക്കെ പഠിച്ചു വരിക. എല്ലാം ചെയ്യുന്നതെല്ലാം ഓർക്കണം, ദൈവമേ ഇത് ഞാൻ അങ്ങ് ഭഗവാനായിട്ട് ചെയ്യുവാണേ, ഭഗവാൻ അർപ്പിക്കുന്നേ എന്ന് ചെയ്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് ലോകങ്ങൾ അലോകങ്ങൾ ഈ ലോകങ്ങളും ലോകങ്ങളല്ലാത്തതും നാരായണൻ ആകുന്നതെന്ന് അറിഞ്ഞിടുക. വഴി പോലെ സർവ്വതും ഭഗവാന്റെ അവതാരമാണ്. ഇത്തരം അവതാര ഭേദങ്ങളൊക്കെ കേട്ടു ചിത്ത കൗതുകത്തോടെ നിമിയും ചോദ്യം ചെയ്തു. അപ്പം നിമി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും ചോദിക്കുന്നു, ഭക്തിയില്ലാതെ ശാന്തിഹീനരായി കാമികളായി സക്തരായി അഭിജിതാത്മാക്കളായി ഹരി തന്നെ ചിത്തത്തിൽ ഭജിക്കാതെയുള്ള അവരുടെ ഗതി ഉത്തമനായ ഭവാൻ ഒക്കവേ കേൾപ്പിക്കണം. ഭക്തി ഇല്ലാത്ത ജനങ്ങളുടെ ഭക്തി ഇല്ലാത്തവരുടെ രീതി എന്താണ്? എന്താണ് ശാന്തി ഇല്ലാതെ വരും. ഭക്തി ഇല്ലാത്തവരുടെ ശാന്തി എങ്ങനെ ഉണ്ടാകും? ശാന്തി സമാധാനം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഭക്തി കൊണ്ടേ പറ്റൂ. അപ്പോൾ ഭക്തി ഇല്ലാതെ ശാന്തിഹീനരായി കാമികളായി, ഭക്തി ഇല്ലെങ്കിൽ എന്താ കാരണം? കാമമാണ്. കിട്ടിയത് പോരാ എത്ര കിട്ടിയാലും തികയത്തില്ല, ഇങ്ങനെ നടക്കും ഭക്തി ഇല്ലെങ്കിൽ. ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം ദൂരെ മാറി കിടക്കും. ഇതിലങ്ങ് യാതൊരു അർത്ഥവും നമുക്ക് തോന്നത്തില്ല. എന്താ കാരണം? നമുക്ക് ഭഗവാൻ മതിയുള്ള ചിന്ത അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് ഭക്തി ഇല്ലാത്തവർക്ക് ആഗ്രഹങ്ങളുടെ പുറകെ പോകും, അവർക്ക് ശാന്തി കിട്ടും. അതുമില്ലാതെ ശാന്തിഹീനരായി, ശാന്തിയില്ലാതെ കാമികളായി സക്തരായി, എല്ലാത്തിലും അങ്ങ് ആസക്തിയാണ്. പോരാ ഒട്ടി എല്ലാത്തിലും എൻ്റേതെന്ന് പറയും ശക്തി പിടിച്ചിരിക്കും. സക്തരായി അഭിജിതാത്മാക്കളായി ഒരിക്കലും ജയമില്ലത്തിൽ, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റത്തില്ല. അവിജിതാത്മാക്കളായി ജയിക്കാതെ ഹരി തന്നെ ചിത്തത്തിൽ, ഹരി ഭഗവാനെ മനസ്സിൽ ഭജിക്കാതെ ഉള്ള അവരുടെ ഗതി ഉത്തമനായ ഭവാനൊക്കവേ കേൾപ്പിക്കണം. അപ്പോൾ ശാന്തി ഇല്ലാത്തവരും ഭക്തി ഇല്ലാത്തവരും ഇതെല്ലാം ഒരു ബാച്ചാണ്. ഇതെല്ലാം ചേർന്നതാണ് ഭക്തി ഇല്ലത്തിൻ്റെ അവസ്ഥ. അവരുടെ ഗതി എന്താണ്? ഉത്തമനായ ഭവാൻ, അതായത് നവയോഗിയോട് പറയുന്നത് എന്നെ ഇത് കേൾപ്പിക്കണം. നിമിചക്രവർത്തി പറയുന്നത് അങ്ങനെ ഉള്ളവരുടെ ഗതി എന്താവും എന്നുവെച്ചാൽ ഇവർക്ക് ഭക്തിയും ഇല്ല, ശാന്തി ഇല്ല, കാമികളാണ്, സക്തരായി അവിജിതാത്മാക്കളാണ്, ഭഗവാനെ ചിത്തത്തിൽ മനസ്സിൽ ഭജിക്കത്തില്ല. അവരുടെ ഗതി എന്താ? അത് ഉത്തമനായ ഭവാൻ. നിമിചക്രവർത്തി ചോദിക്കുന്നു, നവയോഗിയോട് ചോദിക്കുന്നു, എനിക്കത് നന്നായി പറഞ്ഞു തരൂ, ഉത്തമനായ അങ്ങ് പറഞ്ഞു തരൂ. ഇത്തരം നൃപവാക്യം കേട്ടൊരു ചമസനും സത്വരം നൃപനോട് പറഞ്ഞു തുടങ്ങിനാൻ. ഇപ്പം ഇനി ചമസനാണ് പറയുന്നത്, നവയോഗികളിൽ ചമസനാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ധാതാവിൻ മുഖ കര തുട പാദേഷു പുരാജാതരായതോ. ധാതാവ് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നും കരത്തിൽ നിന്നും തുടയിൽ നിന്നും പാദത്തിൽ നിന്നും പണ്ടേ ജാതരായതോ ജനിച്ചു. ആരാണ്? 4 വർണ്ണ ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്രിയ, എനിക്ക് ചിലപ്പം വായിൽ വരത്തില്ല ഇവരുടെ പേരൊന്നും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇങ്ങനെ 4 വർണ്ണങ്ങളാണ്. അത് എവിടൊക്കെയാണ് ഉണ്ടായത്? ധാതാവിൻ്റെ മുഖത്തിൽ നിന്നും
പിന്നെ മുഖത്തിൽ നിന്നൊന്ന ആരാണ്? ബ്രാഹ്മണർ. കര ക്ഷത്രിയർ, തുട വൈശ്യർ, പാദത്തിൽ ശൂദ്രർ. ഇങ്ങനെ ജാതരായി ജനിച്ചു. ബ്രഹ്മാവിൻ്റെ 4 ഭാഗത്തു നിന്നും 4 വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ. ബ്രാഹ്മണാദികൾ അവർ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആത്മകർമ്മങ്ങൾ കൊണ്ട് ഭജിച്ചിടാകയാലേ. എന്നാൽ ബ്രാഹ്മണരാണെങ്കിലോ ഇപ്പം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരിൽ ബ്രാഹ്മണരായാൽ കൂടി ബ്രാഹ്മണാദികൾ അവരെന്താ ചെയ്താൽ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആത്മകർമ്മങ്ങൾ കൊണ്ട് ഭജിച്ചിടാകയാലേ ഉള്ളത്തിൽ പരമാത്മാവിനെ ഭജിക്കാതിരുന്നാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ന് ഒരുപാട് പേർക്ക് ഇതിനെ വലിയ അബദ്ധമാണ്. കാരണം ബ്രാഹ്മണർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ദൈവത്തിന് തുല്യം ഉള്ളവരാണെന്നാണ് തോന്നുന്നത്. അവരും ഇതെല്ലാം പഠിക്കാതെ ഉള്ളത്തിൽ വെറുതെ വരത്തില്ല. ആ കുലത്തിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോലെ തന്നെയാണ്. അല്ലാതെ അവരുടെ ഉള്ളത്തിൽ വരണമെങ്കിൽ അവരുടെ പിതാക്കന്മാർ, അവരുടെ അച്ഛനും അമ്മയൊക്കെ സൽപ്രവർത്തനം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് പഠിച്ച് ഒരു ബ്രഹ്മജ്ഞാനി ആയെങ്കിൽ മാത്രമേ അവർക്കും പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ എന്താ അർത്ഥം? ഭക്തി ഇല്ലെങ്കിൽ. അതുകൊണ്ട് പറയുന്നു, ബ്രാഹ്മണാദികൾ അവർ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആത്മകർമ്മങ്ങൾ കൊണ്ട് ഭജിച്ചിടാകയാലേ. അവർക്കെന്താ പറഞ്ഞേക്കുന്ന കർമ്മങ്ങൾ, പൂജകൾ, അതൊക്കെ ചെയ്യാതെ ഭജിക്കാതെ ആത്മകർമ്മങ്ങൾ, ആ പരമാത്മാവിലേക്കുള്ള ആത്മീയമായ കർമ്മങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എന്തൊക്കെ ഉണ്ട് അവർക്ക് പറഞ്ഞേക്കുന്ന പൂജാവിധികൾ, ഭക്തിമാർഗങ്ങൾ ഇതെല്ലാം ചെയ്യാതെ ഭജിക്കാതിരുന്നാൽ തൽസ്ഥാനത്ത് നിന്ന് കീഴ്പോട്ട് പതിക്കുന്നു. അപ്പോൾ അവർ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അത് ചെയ്യാതിരുന്നാൽ അവർ കീഴ്പോട്ട് പതിച്ച് വേറെ വല്ല ശൂദ്രരായിട്ടോ വൈശ്യരായിട്ടോ ക്ഷത്രിയരായിട്ടോ അവർ ജനിക്കും. പിന്നെ 4 വർണ്ണങ്ങളല്ലേ അന്നുള്ളു. അപ്പോൾ ഭഗവാനെ അറിയാതിരുന്നാൽ, അവരുടെ കർമ്മം അവർ നിവർത്തിക്കാതിരുന്നാൽ, ഭക്തിയോടി അവരുടെ പൂജ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ വേദങ്ങൾ ഇതൊക്കെ പഠിക്കാതിരുന്ന് ഭക്തി ഇല്ലാതിരുന്നാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് ബ്രാഹ്മണ കുലത്തെ ജനിക്കാൻ വളരെ നല്ല കഴിഞ്ഞ ജന്മങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണല്ലോ വരുന്നത്. നമ്മളും ഈ ജന്മം അത്രത്തോളം നന്മയുണ്ടെങ്കിൽ നമുക്കും ഒരു ജന്മം ഉണ്ടെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാം എന്ന് കരുതി പിന്നെ ഭക്തി ഇല്ലാതെയും വേണ്ടത് ചെയ്യാതെ ഇരുന്നാൽ വീണ്ടും അധോഗതിയാണ്, താഴേക്ക് പോകും. അതുകൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് അവരുടെ കുടുംബത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ട് കീഴ്പോട്ട് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് അടുത്ത ജന്മം അവർ താഴെയോട്ടുള്ള കുലം ഏതാണ്? പിന്നെ വൈശ്യരും ക്ഷത്രിയ വൈശ്യ ശൂദ്രർ. അങ്ങനെ ചിലപ്പം വെറും ശൂദ്രരായിട്ട് ജനിക്കാൻ ഒരു അറിവും ഇല്ലാതെ. ശൂദ്രരെന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു അറിവും അവർക്കില്ല, അറിയാൻ പറ്റാത്തവർ. ഇന്ന് ലോകത്തെല്ലാവരും എങ്ങനെയാണ്? ശൂദ്രരാ, മൊത്തവും ശൂദ്രരാ, യാതൊരു വിവരമില്ലാത്ത ഈ ശൂദ്രൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് അറിവുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനിയും അറിവില്ലെങ്കിൽ ശൂദ്രനെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇവിടെ ജാതിയല്ല ഞാൻ ഓർക്കുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്ന വർണ്ണങ്ങളാണ്. പക്ഷെ ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് ഏത് കുലത്തിലായാലും നീച കുലത്തിൽ ജനിച്ചാലും ബ്രഹ്മജ്ഞാനി ആകാം. അതാണ് ഞാൻ പഠിച്ചു വച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിവരവും ഇല്ലാത്ത ജനങ്ങൾ എന്താണ്? ശൂദ്രർ. ഒരു വിവരവും ഇല്ല, അറിവും എന്നുവെച്ചാൽ എന്താ? ആത്മീയമായ അറിവും ഇല്ല, ഭക്തിയില്ല, ഒന്നുമില്ലെങ്കിൽ അവരെ ഞാൻ ശൂദ്രരെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ജാതി വെച്ച് ഞാൻ പറയുമല്ല. ഇപ്പം എനിക്ക് യാതൊരു അറിവില്ലെങ്കിൽ ഞാൻ ശൂദ്രരായിട്ട് കൂട്ടാം. അതാണ് ഉദ്ദേശിച്ചത്. ബ്രഹ്മജ്ഞാനി ആകണമെങ്കിൽ ഏത് ജാതിക്കാരനും ആവാം, അതുപോലെ തന്നെ ഏത് ജാതിക്കാരനും ശൂദ്രനാവാം. അതുകൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് കീഴ്പോട്ട് പതിക്കുന്നു. ചിത്തത്തിൽ ഹരികഥ ചിന്തനം ചെയ്തിടാതെ ഒരിക്കലും മനസ്സിൽ ഭഗവാന്റെ കഥ മനസ്സിൽ ചിന്തിക്കാതെയും ഭജിക്കാതെയും ഇരുന്നാൽ നാരികൾ ശൂദ്രാദികളായോരും ഭവാദസന്മാരുടെ കൃപാപാത്ര. അപ്പം നാരികളോ ശൂദ്രാദികളായോരും ഭവാദൃശന്മാരുടെ കൃപാപാത്രം ഈശ്വര പ്രസാദേന വിപ്ര ക്ഷത്രിയ വൈശ്യജാതികളായി ജനിച്ചുൾപ്രസന്നാത്മാക്കളാം. അപ്പോൾ അവരും എന്ത് ചെയ്യും? നാരികൾ ഭഗവാന്റെ കഥകൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും സ്ത്രീകൾക്കായാലും ആത്മീയമായ അറിവ് വേണം. പ്രാർത്ഥനയും നല്ല നല്ല എത്രയോ ഞാൻ ഈ യൂട്യൂബുകളൊക്കെ ഉണ്ട്, നല്ല ബ്രാഹ്മണ സ്ത്രീകൾ ഭക്തിപരമായി ഇതിലൊക്കെ എന്തൊക്കെയോ കീർത്തനങ്ങളും സ്തുതിപ്പുകളെ ചൊല്ലുന്നത്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഭജിക്കുന്നവരാണ്, നല്ല സ്ത്രീകളുണ്ട്. അപ്പോൾ അല്ലാത്തവരെന്ത് ചെയ്യും? ശൂദ്രാദികളായോരും ഭവാദൃശന്മാരുടെ കൃപാപാത്ര ഈശ്വര പ്രസാദേന
വിപ്ര ക്ഷത്രിയ വൈശ്യ ജാതികളായി ജനിച്ച് ഉൾപ്രസന്നാത്മാക്കളാം. അപ്പോൾ ഈ ശൂദ്രാദികൾ എന്നിവിടെ പറയുന്നത് ബ്രാഹ്മണ കുലത്തിൽ അറിവില്ലാത്തവരെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. നാരികൾ ശൂദ്രാദികളായവരും അറിവില്ലാത്തവരുന്ന ഞാനിതിൽ കൂടെ ഉള്ളിൽ മനസ്സിലാക്കിയേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബ്രാഹ്മണ കുലത്തിൽ എങ്ങനെയാണ് ശൂദ്രൻ ഉണ്ടാവുന്നത്? അറിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ യാതൊരു അറിവില്ല. അതായത് അജാമിളൻ ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിച്ചാണ് അജാമിളൻ അങ്ങനെ ഒരു പാപിയായി പോയത്. അത് വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കല്ല ആരും പറഞ്ഞതല്ല. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താണ് ശൂദ്ര സ്ത്രീ? അപ്പം അജാമിളൻ കുട്ടിനാളി അല്പം ദൈവികമുള്ള ആളായിരുന്നു. ഒരു അറിവില്ലാത്ത ഒരു മൂകത പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ശൂദ്രർ, അതിനാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അത് കാരണം അവക്കൊത്തു നിന്ന് വേണ്ടാത്ത ചിന്തകൾ അറിവില്ലായ്മ കൊണ്ടാണ് അയാൾ അധപ്പതിച്ചു പോയത്. അയാൾക്ക് അല്ലായിരുന്നെങ്കിൽ നാരായണ എന്ന് വിളിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഒരു മകനെ പേരിട്ടതുകൊണ്ടാണ് രക്ഷപിടിച്ചത്. അതെന്താ കാരണം? ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ്. അതായത് അറിവില്ലാത്തവളെ കൂടെ കൂടി. അതാണ് നമ്മൾ എപ്പോഴും നന്മയുള്ളവരുടെ കൂടെ കൂടണം, സജ്ജന സംഗമം വേണം. വിവരമില്ലാത്ത ആൾക്കാരുടെ കൂടിയ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ഇവിടെ നാരികൾ ശൂദ്രാദികളായോരും ഭവാദശന്മാരുടെ കൃപാപാത്ര ഈശ്വര പ്രസാദേന വിപ്രക്ഷത്രിയ വൈശ്യജാതികളായി ജനിച്ച് ഉൾപ്രസന്നാത്മാക്കളാം മാധവപദ ഭക്തി യുക്തരായി പ്രാപ്തമായി വന്നൊരു നരജന്മം സിദ്ധിച്ചിടലും നല്ല നരജന്മം വന്നാലും വേദവാദികളായിട്ട് അവർ എന്ത് ചെയ്യുന്നു? കർമ്മത്തിൽ ബന്ധിച്ചുള്ള അജ്ഞന്മാരായി, പിന്നെ കൽമഷാത്മാക്കളായി, മൂർഖരായി, ഉദ്ധതര ഏത് നല്ല ബ്രാഹ്മണ കുടുംബത്തിലായാലും അറിവില്ലാത്ത സ്ത്രീകൾ, ഭക്തിയില്ലെങ്കിൽ ശൂദ്രരെന്ന് പറയാം. അങ്ങനെ ഉള്ളവർ എങ്ങനെയെല്ലാം നല്ല കുടുംബത്തിൽ ജനിച്ചാലും നരജന്മം നല്ല സിദ്ധിച്ചാലും വേദവാദികളായിട്ട് അവരെന്ത് ചെയ്യും? വേദങ്ങളെ വാദിച്ചും കൊണ്ട് കർമ്മത്തിൽ ബന്ധിച്ച് ഈ ലോകജീവിതത്തിൽ ബന്ധനപ്പെട്ട് കിടന്നിട്ട് അജ്ഞന്മാരായി, യാതൊരു വിവരവും ഇല്ലാതെ, അറിവില്ലാതെ, കൽമഷാത്മാക്കളായി, പാപികളായി, ഭക്തിയില്ലാത്തവരുടെ കാര്യമായി പറയാം. അത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. വിവരമില്ലാത്ത സ്ത്രീകളെ ശൂദ്ര സ്ത്രീകളെന്ന് പറയും. അവർ എന്തായി വരും? ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഭക്തിയില്ലാത്ത പുരുഷനായാലും സ്ത്രീ ആയാലും കർമ്മത്തിൽ ബന്ധിച്ച് ഓരോ കർമ്മത്തിലും ആസക്തി കൊണ്ട് മക്കള്, ധനം, വീട്, ഭാര്യ, ഭർത്താവ് എന്നുള്ള ബന്ധനത്തിൽ ബന്ധിച്ചുടൻ അജ്ഞന്മാരായി, അറിവില്ലാതെ, കൽമഷാത്മകളാവും. അറിവില്ലെങ്കിൽ പിന്നെ എന്താണ്? പാപിയായി, മൂർഖരായി, അത്രമാത്രം സ്വഭാവം മൂർഖരായി, ഉദ്ധതരായി, വിദ്വാൻമാരെന്നുള്ള അഭിമാന സംയുക്തന്മാരായി. വിദ്വാൻമാരെന്ന് നടിച്ച് നടക്കും. അതിന് ഒരു ഉപമ പറയാം. ഇങ്ങനെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു പൂണുന്നുണ്ടായാൽ എല്ലാം തികഞ്ഞെന്ന് വിചാരിക്കുന്നത് പോലെ പൂണുന്നൂലിട്ടെന്ന് പറഞ്ഞ് വിദ്വാനാകില്ല. അതുകൊണ്ട് വിദ്വാൻമാരെന്ന് ഉള്ള അഭിമാനം കൊണ്ട് നടക്കും. ഞാനും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവളാണ് എന്ന് നടിച്ച് നടക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് വിദ്വാൻമാരെന്നുള്ള അഭിമാന സംയുക്തന്മാരായി നിത്യവും മിഥ്യാവചനങ്ങളും ചൊല്ലിക്കൊണ്ട് വിവരമില്ലാത്ത, സത്യമല്ലാത്ത കാര്യങ്ങൾ, മിഥ്യാവചനം, ഈശ്വരവചനങ്ങളല്ല. അവർക്ക് അറിയില്ലല്ലോ. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. അവർക്ക് യാതൊരു വിവരം അല്ലെങ്കിൽ പിന്നെ എന്താ? വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു നടക്കും. സാധാരണ നീച കുടുംബത്തിൽ നടക്കുന്നത് പോലെ. എന്നാൽ നല്ല ഈ നീചം എന്ന് പറയുന്നത് എന്താണ്? ഒട്ടും അറിവില്ലാത്ത ഒരു മനുഷ്യ കോലത്തിൽ ജനിച്ച് നടക്കുന്നവർക്കാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. യാതൊരു വൃത്തിയും ഇല്ല, ഒന്നും അറിയില്ലാണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിലായാലും വിദ്വാനാകാം, ബ്രഹ്മജ്ഞാനി ആകാം. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഉള്ളവർ മിഥ്യാവചനം ചെയ്യുന്നത് ആരാണ്? വിവരമില്ലാത്ത കുട്ടനല്ലേ? അതുപോലെ ചൊല്ലിക്കൊണ്ട് രാജസ പ്രൗഢന്മാരായി ഈ മിഥ്യാവചനം ചെയ്യുന്ന ആർക്ക് ഈ ലോകത്തിനും കൊള്ളില്ല, വരും ലോകത്തിനും കൊള്ളാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞും കൊണ്ട് പ്രൗഢി കാണിച്ച് രാജസ പ്രൗഢന്മാരായി, തർക്കശീലന്മാരായി, എന്തിനും ഏതിനും തർക്കിച്ചു കൊണ്ട് നടക്കും. ഒരു വിവരമൊട്ടും ഇല്ലതാനും. അവർ പറയുന്നതാണ് ശരി എന്ന് തർക്കശീലന്മാരായി, കായ അഭിമാനികളായി, ശരീരത്തിന് വലിയ അഭിമാനമാണ്. ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആളല്ലേ, ഞാൻ ആരാ എന്നും പറഞ്ഞൊരു പൂണനൂലിട്ട് നടന്ന ബ്രഹ്മജ്ഞാനി ആകുമോ? ഭഗവാനിൽ ഭക്തിയില്ല, അതിൻ്റെ അറിവുമില്ല, ഒന്നുമില്ലാതെ ഭക്തി ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിമാനിച്ച് നടക്കാം, ഞാൻ കേമനാണ് എന്നും പറഞ്ഞ് നടക്കാം. പക്ഷേ ദൈവിക ഒട്ടും തന്നെ ഇല്ല. കായ അഭിമാനികളായി, പാപ സംയുക്തന്മാരായി, പാപങ്ങളുടെ ഒരു കൂട്ടത്തോട് ഭക്തന്മാരെ, അതായത് ഭഗവാന്റെ ഏത്
പിന്നെ ഏതോ കുലത്തിൽ ജനിച്ചാലും ഭഗവത് ഭക്തന്മാരെ എന്ത് ചെയ്യും? നിന്ദിതഹാസന്മാരായി നിന്ദിക്കും. കാരണം അവർക്ക് യാതൊരു അറിവില്ലാത്തതാണല്ലോ ഈ പൂണുതലിട്ട് നടക്കുന്ന വിവരമില്ലാത്ത ബ്രാഹ്മണര്. അവർ യഥാർത്ഥ ഒരു ഭക്തനെ കണ്ടാലോ അവരെ നിന്ദിക്കുകയും ചെയ്യും. നീ ആരാ ഇത്ര കേവലം? ഞാനല്ലേ ഇന്ന കുലത്തിൽ ജനിച്ചത്, എനിക്ക് ഇന്ന പൂണുനൂലൊക്കെ ഉള്ള ആളാ എന്ന് ഇത് കേൾക്കുമ്പം യഥാർത്ഥ ജ്ഞാനികൾക്ക് ഒന്നും തോന്നല്ലേ? ഞാൻ ഈ ഭാഗവത്ത് കിടക്കുന്ന ഞാൻ പറയുന്നേ. കാരണം ഇത് ലോകമേ ഇന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാവുന്നൊരു കാര്യമാണ്. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണനാവൂ. അതില്ലാത്തവൻ ഇതൊക്കെ തന്നെ അനുഭവം. അത് ഇന്ന കുടുംബത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവത് ഭക്തന്മാരെ നിന്ദിതഹാസന്മാരായി നിന്ദിച്ചും കൊണ്ട് മൃഗജാതികൾ പോലെ കാമുകരായി നിത്യം തരുണീമണികളിൽ മൈഥുനപരന്മാരായി മരുവിടുന്നു പരനിന്ദിതന്മാരായ അവർ. അപ്പോൾ എന്താ? മൃഗജാതികൾ പോലെയാ, മനുഷ്യജാതി ആയിട്ടല്ല, മൃഗത്തിന് തുല്യം. മൃഗങ്ങൾ എത്രയോ ഭേദമായി. ഇപ്പം നമ്മൾ നോക്കുമ്പം മൃഗത്തിനെ വളർത്തി സ്നേഹം കൊടുത്താൽ മൃഗത്തിനെ പോലെ സത്യസന്ധമായ ഒന്നും വേറെ മനുഷ്യരൊക്കെ മാറി നിൽക്കും. പക്ഷെ അന്നത്തെ കാലത്ത് അപ്പോൾ മനുഷ്യനെ എത്രത്തോളം ഇണങ്ങി ശീലിപ്പിച്ച് നടത്താത്തതുകൊണ്ട് അന്ന് അങ്ങനെ എഴുതി വെച്ചതാ. ഇന്ന് നമ്മൾ ഓർത്താൽ മനുഷ്യൻ മൃഗങ്ങൾ മനുഷ്യരുമായി മാറിക്കിടക്കുക. അതുകൊണ്ട് മൃഗജാതികളെ പോലെ ഇത് എത്രയോ നാളിന് മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ്. അതുകൊണ്ട് അന്ന് നമുക്കത് പറയാം. അന്ന് എല്ലാവരെയും ഉപമിക്കുന്ന മൃഗത്തിന് തുല്യമാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് എല്ലാത്തിനും പരിധിയുണ്ട്, അതിന് വകതിരിവുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് പെങ്ങന്മാരെ കാണുമ്പോൾ അറിയാം, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാം, അവർക്ക് എല്ലാം അറിയാം. പക്ഷെ നമ്മളെ മനുഷ്യർക്കാണ് ഒന്നും അറിയാത്തത്. അത് എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് മൃഗജാതികൾ പോലെ കാമുകരായി അത്രയ്ക്കും കാമം വരുത്ത് നിത്യവും എന്ത് വേണം? തരുണീമണികൾ വേണം. നല്ല സുന്ദരികളായ സ്ത്രീകളെയും കൊണ്ട് എന്ത് വേണം? മൈഥുനപരന്മാരായി മരുവിടുന്നു പരനിന്ദിതന്മാരായവർ. പരന്മാരെ മൊത്തം നിന്ദിച്ചു നടക്കുന്ന ഇങ്ങനെയുള്ള അറിവില്ലാത്ത ആത്മജ്ഞാനികളല്ലാത്ത ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവരുടെ ഗതിയാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണിത്. എന്നിട്ടോ ഇനിയുണ്ട്. ശ്രീവിഭൂതികൾ കൊണ്ടും ബലകർമ്മങ്ങൾ കൊണ്ടും സർവജ്ഞന്മാരെ വിദ്വാൻ അല്ലെന്ന് ത്യജിക്കയും. എന്നുവെച്ചാൽ ശ്രീവിഭൂതികൾ കൊണ്ടും ബലകർമ്മങ്ങൾ കൊണ്ടും എന്ത് പറയുന്നു? സർവജ്ഞന്മാരെ വിദ്വാൻ അല്ലെന്ന് പറയും. അന്ധബുദ്ധികളായിട്ട് ഈശ്വര നിന്ദകരായി. അന്ധബുദ്ധി എന്താണ്? അന്ധത, യാതൊരു വെളിച്ചമില്ലാതെ, അറിവില്ലാതെ. അന്ധൻ എന്ന് വെച്ചാൽ പൊട്ടക്കടനെ പോലെ, എന്നുവെച്ചാൽ ഉള്ളിൽ ബോധമില്ല, അറിവില്ല. അങ്ങനെ ഉള്ളവർ അന്ധബുദ്ധികളായിട്ട് ഈശ്വര നിന്ദകരായിട്ട് ബന്ധിച്ച് സർവത്തിലും എല്ലാത്തിലും ബന്ധനപ്പെട്ട് കിടക്കും. എൻ്റെ എന്നുള്ള ബന്ധനപ്പെട്ട് അങ്ങനെ ഖലന്മാരവരല്ലോ. ഇങ്ങനെയുള്ള പാപികൾ, മൂർഖന്മാരാണവർ എന്നാണ് പറയുന്നത്. പിന്നെ അന്ധബുദ്ധികളായിട്ട് ഈശ്വര നിന്ദകരായി ബന്ധിച്ച് സർവത്തിലും ഖലന്മാരവരല്ലോ ഭക്തിഹീനരായുള്ളോർ ഗതിവൃത്തികളേവം. ഈ ഗതിവൃത്തി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവരുടെ തൊഴിൽ, അവരുടെ രീതി. ഭക്തിഹീനരായുള്ളവർ, ഭക്തി ഇല്ലാത്തവരുടെ ഗതി, അവരുടെ വഴി ഇതൊക്കെയാണ്. യാതൊന്നിനും ലോകത്ത് കൊള്ളില്ലാത്ത അവസ്ഥയാണ്. നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് ഇങ്ങനെ ആകണോ, ഇങ്ങനെ ആരുമില്ല, ഇതെല്ലാം നമുക്ക്. അതുകൊണ്ട് ഏത് കുലത്തിൽ ജനിച്ചാലും നമുക്കൊരു ബ്രഹ്മജ്ഞാനി ആകാൻ ശ്രമിക്കാം. പിന്നെ ഭക്തി ഉള്ളവരുടെ വൃത്തിമാർഗങ്ങൾ ഇനി ഭക്തി ഉള്ളവരുടെ വൃത്തികൾ എന്താണ്? അവരുടെ പ്രവൃത്തികൾ, അവരുടെ വഴി എന്താണ്? അത് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാം മക്കളെ. ശ്രദ്ധിച്ചിരിക്കൂ, ആർക്കൊക്കെ ഇങ്ങനെ ഉള്ളേന്ന്. ഭക്തിയുള്ളവരുടെ വൃത്തിമാർഗങ്ങൾ വാക്യജാലങ്ങൾ കൊണ്ട് ജീവേശ ജഗൽ ഭ്രമഭേദങ്ങൾ അറിയുന്ന സത്തുക്കളായ ജനം സത്യവാന്മാരായ. അപ്പോൾ വാക്യജാലങ്ങൾ കൊണ്ട്, നല്ല നല്ല മധുരമായ വാക്യങ്ങൾ കൊണ്ട്, ജാലങ്ങൾ വെച്ചാൽ ഒത്തിരി കൂട്ടം ജാലം, വാക്കുകളുടെ ഒരു നല്ല കുറേ നന്നായി ചില ഭക്തന്മാരെ കണ്ടില്ലേ, എത്രത്തോളം പറഞ്ഞാലും നമുക്ക് കേട്ടിരുന്നു പോകും. അത്രയാണ് അവരുടെ ഭക്തി കൊണ്ടുണ്ടാകുന്ന ഭഗവാനിൽ ഭക്തി കൊണ്ടല്ല അവരുടെ സംസാരം അത്ര അമൃതാണ്. അത് ആനന്ദം നമുക്കുണ്ടാകും. അത്ര വാക്യജാലമാണ്. അത് ജാലമെന്ന് രണ്ട് രീതിയിൽ പറയാം. വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വാക്യം എന്ന് വെച്ചാൽ എന്താണ്? എന്ത് പറയുന്നതും ഭഗവാന്റെ ചരിത്രങ്ങളൊക്കെ പറയാം. അതാണല്ലോ ഭക്തന്മാർ പറയുള്ളൂ. ഈ ലോകത്തുള്ള വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല. അവർ നന്നായിട്ട് ഭഗവാന്റെ കഥകൾ പറയും.
അത് നല്ല നല്ല പ്രഭാഷണമൊക്കെ നമുക്കറിയാം, അയ്യോ കേട്ടിരുന്നു പോകും എന്നോട് പറയില്ലേ. അങ്ങനെ ജാലങ്ങൾ കൊണ്ട് വാക്യങ്ങളുടെ ഒരു കൂട്ടങ്ങളുണ്ടെന്നും പറയാം, അതൊരു ജാലമാണെന്നും വേണമെങ്കിൽ നമുക്ക് അതും തീരുമാനിക്കാം. അവർ കൺകെട്ട് വേല പോലെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഇത്രയും വാക്കുകൾ തുരുതുരാന്നങ്ങ് വരും. ഭഗവാന്റെ ആ ഒരു ഭക്തി കൊണ്ട് അങ്ങനെ അതും നമുക്ക് അങ്ങനെ വേണ്ടി നിശ്ചയിക്കാം. ഇവിടെ ഇപ്പോൾ വാക്യങ്ങൾ കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി, ജാലം കൂട്ടൊന്നുണ്ട്. അപ്പോൾ വാക്യജാലങ്ങൾ കൊണ്ട് ജീവേശ ജഗൽ ഭ്രമഭേദങ്ങൾ ഇവിടെ ഭ്രമങ്ങളില്ലാത്തൊരവസ്ഥയാണ്. ജീവേശ ജഗൽ ഭ്രമഭേദങ്ങൾ അറിയുന്ന, ഇവിടെ എന്തൊക്കെ ഭ്രമങ്ങളെല്ലാം ഈ നല്ല ഭക്തന്മാർക്കെല്ലാം അറിയാം. ഒരു ഭ്രമത്തിൽ വന്ന് ചാടത്തില്ല. ഇതിനെയൊക്കെ മനസ്സിലാക്കി സത്തുക്കളായ ജനം എങ്ങനെ വരും? സത്യവാന്മാരായി. ഇവിടെ ആർക്കൊക്കെയാണ് സത്യവാന്മാരാകുന്നതെന്ന് ചിന്തിക്കുക. നമ്മളിൽ എത്ര പേരിത് കേൾക്കുമ്പോൾ നമ്മൾ സത്യവാന്മാരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും സത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു അസത്യം നമ്മുടെ ഉള്ളത്തിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ? അസത്യം പറയുന്നുണ്ടോ? അസത്യം പ്രവർത്തിക്കുന്നുണ്ടോ? എന്നാൽ ഇവിടെ ഭക്തി ഇല്ലാത്തവരെന്നാണ് എൻ്റെ അർത്ഥം. ഇത് യഥാർത്ഥ ജ്ഞാനി ഭക്തൻ ഇങ്ങനെയാണ്. എന്തുകൊണ്ടും മനസാ വാച കർമ്മ സത്യം തന്നെയായിരിക്കും. പിന്നെ മാംസമദ്യാദി സേവാരതി. മാംസം മദ്യശ പല പല രീതിയിലുള്ള മദ്യങ്ങളുണ്ട്. മദ്യാദി സേവാരതി, അതിലിങ്ങനെ രമിച്ചിരിക്കുന്നുണ്ട്. എന്താണ്? മദ്യത്തിലും മാംസത്തിലും. അതല്ലേ ചിലർ തപസ് എല്ലാം മാറ്റിയിട്ട് തപസ് ചെയ്താൽ അവരുടെ മനസ്സ് അടങ്ങിയിരിക്കത്തില്ല. ഇന്ദ്രിയങ്ങൾ രസനേന്ദ്രിയം തകർത്ത് വിട്ടിട്ട് തപസ്സൊക്കെ മുടക്കിയിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചാടി ഇതൊക്കെ തിന്നും കുടിച്ചും നടക്കും. മദ്യവും വേണം അവർക്ക്, പിന്നെ മൈഥുനം വേണം, പിന്നെയോ മാംസം വേണം. ഇങ്ങനെ അതോടാണ് ചിലർ തപസ് ചെയ്യാത്തത്. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ മുടക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആർക്കാണ് ഇത് മാംസം ഇല്ലാതെ ജീവിക്കാനും പുരുഷന്മാർക്ക് മദ്യാദി സേവാരതി ഇതൊക്കെ ഇല്ലാതെ കഴിയാൻ ആർക്ക് സാധിക്കും? അവരാണ് ഭക്തി ഉള്ളവരുടെ ലക്ഷണം. പിന്നെ ചിത്തത്തിൽ വിന, ഇതൊക്കെ മനസ്സിൽ യാതൊന്നും കൂടാതെ. അപ്പോൾ സത്യവാന്മാരായി മദ്യാദി സേവാരതി ചിത്തത്തിൽ വിന വിവാഹാദി യജ്ഞാഗ്രഹേണ പ്രവൃത്തി ചെയ്തിടുന്നു. അപ്പോൾ വിവാഹാദി യജ്ഞാഗ്രഹേണ പ്രവൃത്തി ചെയ്ത എന്താണ്? എല്ലാം വിവാഹങ്ങളെല്ലാം കഴിക്കാം, എല്ലാത്തിനും ന്യായങ്ങളുണ്ട്. അല്ലാതെ വേണ്ടാത്ത രീതിയിലുള്ള ജീവിതം ആവരുത്. ഈ നമുക്ക് ഒരു കുടുംബത്തിൽ വേണ്ടുന്ന എല്ലാം ആകാം. ഒരു സന്യാസി വിവാഹം കഴിക്കുന്നത് നമ്മൾ അറിയാം. അതുപോലെ തന്നെയാണ്, അതാണ് ഈശ്വര ഭക്തന്മാരുടെ ഗതി. അല്ലാതെ ഏത് സമയവും തരുണീമണികളിൽ മൈഥുനപ്പെട്ടിരിക്കുന്നതൊന്നും കാമങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഒരു സത്യവാനായ ഒരു ഭക്തന്. അപ്പോൾ മറ്റ് വിവാഹാദികളായിരിക്കുന്ന എല്ലാ യജ്ഞങ്ങളും എല്ലാ കാര്യകാരണങ്ങളും പ്രവൃത്തി ചെയ്തിടുന്നു. അത് പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ എന്താ? നിവർത്തിക്കിഷ്ടന്മാരായി. അപ്പം നമുക്ക് അതെല്ലാം നിവൃത്തി എന്താണ് നമുക്ക് വേണ്ടത് വേണ്ട പോലെ ചെയ്യണം, അല്ലാതെ അനാവശ്യമായുള്ള രീതിയല്ല. അതുകൊണ്ട് ചിത്തത്തിൽ വിവാഹാദി യജ്ഞാഗ്രഹേണ പ്രവൃത്തി ചെയ്തിടുന്നു. എല്ലാൻ്റെ മുറപ്രകാരം ചെയ്യുന്നു. നിവൃത്തിക്കിഷ്ടന്മാരായി സുവൃത്തിയാം ധനം ധർമ്മഫലമെന്നറിയുന്നു. നേരായി ചെയ്ത് കിട്ടുന്ന സുവൃത്തിയാം ധനം. വൃത്തി എന്ത് വൃത്തി എന്ത് കർമ്മമാണ് അത്? നല്ല സൽക്കർമ്മങ്ങൾ സുവൃത്തിയാം. അങ്ങനെ കിട്ടുന്ന ധനം ധർമ്മമാണ്. അതാണ് യഥാർത്ഥമായ ഫലം. അല്ലാതെ കട്ടും മോട്ടിച്ചും പിടിച്ചു പറിച്ചും അന്യായപ്പെടുത്തിയും കളങ്കപ്പെടുത്തിയും ചതിച്ചും കൊന്നൊന്നും അല്ല. അത് സത്യമായിരിക്കുന്ന ഭക്തന്മാരുടെ ജോലി അല്ല. നമുക്ക് നേരായി കിട്ടുന്ന നേരായ വഴിയിൽ കൂടി കർമ്മങ്ങൾ ചെയ്ത് ജോലികൾ ചെയ്ത് കിട്ടുന്ന ആ ധനം, അതാണ് ധർമ്മം. ധർമ്മഫലം അതാണ്. യഥാർത്ഥ ന്യായമായ ധർമ്മമാണ് ആ ഫലം. നമ്മളൊരു കർമ്മം ചെയ്താൽ അത് നേരായ രീതിയിൽ തന്നെ ആയിരിക്കണം, അന്യായം പ്രവർത്തിക്കാത്ത ധനമായിരിക്കണം. അതുകൊണ്ട് സുവൃത്തിയാം ധനം ധർമ്മഫലമെന്നറിയുന്നു. തൽജ്ഞാനം സുവിജ്ഞാനം. അതിനാൽ ഇങ്ങനെയുള്ള ഒരു അറിവ് കിട്ടിയാൽ എന്തുവരും? തൽജ്ഞാനം, ഈ അറിവ് സുവിജ്ഞാനം, അത് നല്ല അറിവാണ്. അതിനാൽ എന്തുവരും? നമുക്ക് മനഃശാന്തി. അജ്ഞാന ദേഹഗൃഹ കളത്ര വർഗങ്ങളിൽ സക്കതിഹീനരായി. അജ്ഞാനം വെച്ചാൽ എന്താണ്? ഈ ലോകം അജ്ഞാനമാണ്, ഈ പ്രപഞ്ചം പ്രകൃതി അവിദ്യയാണ്. അപ്പോൾ അവിടെ അജ്ഞാനം വന്ന്, അപ്പോൾ ഈ അവിദ്യ ആയിരിക്കുന്ന ഇവിടെ എന്താണ്? അവിദ്യ
ദേഹം, ഗൃഹം, കളത്രം, വർഗം ഇതൊക്കെ നമുക്ക് അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഇതിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കാതെ നമ്മൾ അജ്ഞാനം അറിഞ്ഞാൽ എന്തുവരും? എൻ്റെ ഗൃഹമെന്നോ എൻ്റെ വീടെന്നോ എൻ്റെ ഭ്രമം അങ്ങ് മാറും. അപ്പോൾ അജ്ഞാന ദേഹ ഗൃഹ കളത്ര വർഗങ്ങളിൽ ശക്തിഹീനരായി. അപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മനസ്സുകൊണ്ട് വിടുവിക്കണം. ശക്തി ഇല്ലാതാകണം. എൻ്റെ വീടേന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കണ്ട, എൻ്റെ ഭാര്യ മക്കളെന്നും പറഞ്ഞ് എൻ്റെ ധനമെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കാതെ ഒരു ഭക്തൻ്റെ നിലപാട് അല്ലാതെ ഇരിക്കണം. അതുകൊണ്ട് ശക്തിഹീനരായി, ഇതിൽ നിന്നെല്ലാം ശക്തി ഇല്ലാതെ, ആസക്തി വേണ്ട. എന്നിട്ട് അപ്പോഴെന്തുവരും? മൃത്യുഭയഹീനരായി. അപ്പം നമുക്ക് അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് മരണഭയമില്ലാതിരിക്കും. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുന്ന ഒരു വ്യക്തിക്കും മരണത്തെപ്പറ്റി ഒരു ഓർമ്മ ചിന്ത പോലും വരുത്താൻ, മരിക്കുമെന്നറിയാം, അറിഞ്ഞിരിക്കും. എപ്പോഴും മരണമുണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് മരണം വരുമ്പോൾ ഈസി ആയിട്ടങ്ങ് പോകും. ഇത് ഒരിക്കലും മരിക്കത്തില്ല എന്ന് അജ്ഞാനികൾ എങ്ങനെയാ ഈ ലോകത്ത് നമ്മൾ മരിക്കുകയൊന്നുമില്ല, നമ്മളും നമ്മുടെ കുടുംബമൊന്നും മരിക്കത്തില്ല. അങ്ങനെ മരിക്കത്തില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ ഒരു അറ്റാക്ക് വന്ന് പോകുമ്പോൾ അയ്യോ എന്നും പറയും, അറിവില്ലാത്തണക്കൊന്ന് വിളിച്ചു പോകുന്നത്. അതേസമയം ഒരു ഭക്തനായിട്ട് ഉള്ളവരെന്ത് ചെയ്യും? ഇന്നല്ലെങ്കിൽ നാളെ ആയാലും മരണം ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ആ മരണം നമുക്ക് മറികടക്കാനുള്ള എല്ലാ ഏടാകൂടങ്ങൾ നമ്മൾ ഒപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. മറികടക്കാൻ എന്താ? ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയവും ഇല്ലയെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും മൃത്യുഭയഹീനരായി. ഒരു ഭക്തി ഉള്ളവൻ്റെ ലക്ഷണമാണ് മൃത്യുഭയഹീനരായി. പിന്നെ ഭക്തിയുക്തന്മാരായിട്ടിരിക്കുന്നവരല്ലോ സത്തുക്കൾ, അവരുടെ ധർമ്മം ഇങ്ങനെ നൂന. അങ്ങനെ ഉള്ളവരാണ് ഒന്നിലും ശക്തിയില്ലാതെയും മരണത്തിൽ ഭയമില്ലാതെയും ഭക്തിയുക്തന്മാരായിട്ടും എപ്പോഴും ഭഗവാൻ തന്നെ ഭക്തിയോടുകൂടി ഇരിക്കുന്നവരാണ് സത്തുക്കൾ. അവരുടെ ധർമ്മം ഇങ്ങനെയാണ്, ഭക്തിയുള്ളവരുടെ വഴി ഇതാണ്. അപ്പോൾ മനസ്സിലായില്ല മക്കൾക്ക്? ഇത് അങ്ങനെ ആയില്ലെങ്കിൽ നമുക്കങ്ങനെ ആകണം. അപ്പം നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടേക്ക് പോകണം, നമ്മുടെ പിതാവ് ആരാണ്? എൻ്റെ പിതാവ് എനിക്ക് ഉറപ്പായി മക്കളെ. എന്നീ 40 വയസ്സ് തൊട്ടേ ഞാൻ ഉറച്ചു കഴിഞ്ഞു. അന്നൊട്ടേ ഇന്നുവരെയും ആ ഉറപ്പിൽ തന്നെ മൂത്ത് ഉടമ്പിലെത്തി. അന്നേ ഉറച്ചു കഴിഞ്ഞു ഞാൻ എവിടെ നിന്ന് വന്നെന്നും എനിക്കിനി എങ്ങോട്ട് പോകണമെന്നൊക്കെ ഞാൻ അന്ന് മനസ്സിലാക്കി. പക്ഷേ അതിനൊരു മൂപ്പ് വേണമല്ലേ? അത് മൂത്ത് ഉടമ്പരായി. എൻ്റെ പേരിൻ്റെ അറ്റത്ത് പരമാനന്ദമായിരിക്കുന്ന ആനന്ദ സ്വരൂപം തന്നെ ഞാൻ എപ്പോഴും ആനന്ദത്തിൽ ഇരിക്കുന്നു, എൻ്റെ പിതാവിൽ തന്നെ ചേർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ രത്നാനന്ദ എന്ന് ഞാൻ തന്നെ എന്നെ ഉള്ളത്തെ ഞാൻ പേരിട്ട് കഴിഞ്ഞു. എൻ്റെ പേര് രത്നാനന്ദയാണ്. എൻ്റെ പിതാവ് ആനന്ദ സ്വരൂപനാണ്. അത് ഞാൻ എപ്പോഴും അതിൽ ലയിച്ച് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവ് എന്നിലും വസിക്കുന്നു. യേശു കർത്താവ് പറയുന്നത് പോലെ ഞാനും പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് ഞാൻ പറയുന്നു. അത് ഉറപ്പാണ്. എല്ലാ മക്കളും അത് എൻ്റെ ഈ ഒരു ഉറപ്പ് ജഗദമ്മ എന്ന് പറയുന്ന മകളും പറയുന്ന, അമ്മ ദേവലോകത്തുനിന്ന് വന്ന ഗുരുവാണ് അമ്മ എന്ന് പറയണമെങ്കിൽ കുറച്ച് അറിവ് അവർക്ക് വരാതെ പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലാത്തവർക്ക് അങ്ങനെ പറയാൻ അറിയില്ല. അവരെങ്ങനെ പറയാൻ പറ്റും? അറിഞ്ഞ് വരുമ്പോഴാണ് അത് മൂത്ത് ആ പറഞ്ഞ വ്യക്തി ഇതുപോലെ ആകണം. അങ്ങനെ ആയി രുചിച്ചറിയണം. അപ്പോഴാണ് പേരിൻ്റെ അകത്ത് ജഗദമ്മാനന്ദ നമുക്ക് പേരിടണം. പിതാവിൻ്റെ പേര് തന്നെ നമ്മുടെ അറ്റത്തിടണം. അങ്ങനെ എല്ലാ മക്കളും ആനന്ദത്തിൽ നിറയൂ. എല്ലാവരും ഇത് മനസ്സിലാക്കി പരമാത്മ ലയിച്ച് ഈശ്വരനിൽ ലയം പ്രാപിപ്പൂ. അഹം ബ്രഹ്മാസ്മയായി മാറട്ടെ. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ആനന്ദിക്കാം ഒരുപോലെ. എല്ലാവർക്കും നമസ്കാരം. ഹരിവോം ഹരിവോം ഹരിവോം.